നാടിൻ്റെ തനത് സംഗീതമാണ് നാടൻ പാട്ടുകൾ. പോയ കാലത്തിൻ്റെ കോലം വരച്ചു വെച്ച ചുവരുകൾ. നാടൻ പാട്ടിൻ്റെ ആത്മാവിൻ്റെ താളം അതുകൂടി ഉൾക്കൊണ്ടാണ് ജനാർദ്ദനൻ പുതുശ്ശേരിയെപ്പോലുള്ളവർ ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. അത് ചില പറച്ചിലുകൾ കൂടി ചേർത്താണ്. അത് നാടൻ പാട്ടിൻ്റെ ആസ്വാദനം പൂർണ്ണമാക്കുന്നു. ആ പാട്ടുവിശേഷങ്ങളാണ് ഇനി. കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട് നാടൻ പാട്ടുകളുടെയും വിളനിലമായിരുന്നു. ഗോത്രവർഗ വിഭാഗങ്ങളുടെ സാന്നിധ്യം കൂടുതലായുള്ളതിനാലും ഇവിടെ പിറവിയെടുത്ത നാടൻ പാട്ടുകൾ മലയാളത്തിലെ മറ്റ് നാടൻ പാട്ടുകളെ അപേക്ഷിച്ച് പലതിലും വേറിട്ടു നിൽക്കുന്നതാണ്. പുള്ളുവൻ പാട്ട്, പാണനാർ പാട്ട്, നാഗപ്പാട്ട്, തോറ്റംപാട്ട്, കറ്റപ്പാട്ട് അങ്ങനെ നാടൻ പാട്ടുകളിലെ ഒട്ടുമിക്ക ശാഖകളും പാലക്കാടിൻ്റെ മണ്ണിൽ വേരൂന്നിയിട്ടുണ്ട്. കാറ്റുകടിച്ചാലും ആരി ചൊരിഞ്ഞാലും മാനത്തു കത്തും വിളക്കേ, സൂര്യവിളക്കേ കെടാവിളക്കേ, സൂര്യവിളക്കേ കെടാവിളക്കേ. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ മറ്റു പല നാടുകൾക്കും അന്യമായ പല നാടൻ പാട്ടുകൾക്കും ഇപ്പോഴും പാലക്കാടിൻ്റെ മണ്ണിൽ വേരോട്ടമുണ്ട്. പാലക്കാടൻ കാറ്റിൻ്റെ ഗന്ധമുള്ള നാടൻ പാട്ടുകളെ നെഞ്ചിലേറ്റി അവയുടെ പ്രചാരകരായി മാറിയവരിൽ മുൻനിരക്കാരനാണ് ജനാർദ്ദനൻ പുതുശ്ശേരി. പുഞ്ചപ്പാടം കൊയ്യാനകടി കരിനീലി പെമ്മാളെ, കയറി വാളെടുക്കടി കരിനീലി പെമ്മാളെ, ഇടി കണ്ണാളെ പെമ്മാളെ, ഇടി കണ്ണാളെ പെമ്മാളെ, കണ്ണാളെ പെമ്മാളെ, ഇടി കണ്ണാളെ പെമ്മാളെ, തെയ്യക്കം ദിങ്കിനി തെയ്യക്കം താര, തെയ്യക്കം ദിങ്കിനി തെയ്യക്കം താര. മുത്തച്ഛൻ ആലപിച്ചിരുന്ന ഉടുക്കുപാട്ടുകളിൽ ആകൃഷ്ടനായാണ് നാടൻപാട്ട് രംഗത്തേക്ക് ഇദ്ദേഹം കടന്നു വന്നത്. നാടിൻ്റെ പാട്ടാണ് നാടൻ പാട്ട്. നാടിനെ തിരിച്ചറിയുകയും നാട്ടുകാരെ തിരിച്ചറിയുകയും നാട്ടുസംഗീതം എൻ്റെയും കൂടെ ആണ് എന്നുള്ള ഒരു ഉത്ബോധം ഈ നാടൻ പാട്ട് ഓരോ ജാതി സമുദായങ്ങളായിട്ടാണ് പാടി വന്നത്. ആ പാട്ടുകൾ ഒന്നാണ് എന്നുള്ളൊരു ബോധമാണ് എല്ലാ പാട്ടുകളെയും സ്വീകരിക്കാനുള്ള ഒരു കേരള മനസ്സ് ഉണർന്ന് ഇക്കാലത്ത് പ്രവർത്തിക്കുന്നത്. മാണിക്കക്കല്ല് എന്ന സ്വന്തം നാടൻപാട്ട് സംഘവുമായി നാടാന്തരം ചുറ്റി നാടൻപാട്ടിൻ്റെ മാധുര്യവും ഗന്ധവും മറ്റു നാടുകൾക്കും അനുഭവവേദ്യമാക്കുകയാണ് ഇദ്ദേഹം. പാട്ട് മാത്രമല്ല ജനാർദ്ദനൻ്റെ അവതരണത്തിലുള്ളത്, പാട്ടിനൊപ്പം പറച്ചിലുമുണ്ട്. പാട്ടിനു മുൻപേ അല്ലെങ്കിൽ പിന്നാലെ പശ്ചാത്തലവും വിശദീകരിച്ച് നൽകിയെങ്കിൽ മാത്രമേ ആസ്വാദനം പൂർണ്ണമാകൂ. പറച്ചിൽ പാട്ടിനെക്കുറിച്ച് മാത്രമായിരിക്കില്ല, വാദ്യത്തെക്കുറിച്ചോ നാടിനെക്കുറിച്ചോ പാട്ടുമായി ബന്ധപ്പെട്ട കല, വേല, ആചാരം, അനുഷ്ഠാനം, ഗോത്രം, സമ്പ്രദായം എന്നിവയെക്കുറിച്ചോ ആയിരിക്കും. ഏതായാലും ആസ്വാദകർക്ക് അറിയേണ്ട നിരവധി കാര്യങ്ങളുണ്ടാവും ആ പറച്ചിലിൽ. ഇക്കോ ഫെമിനിസം എന്നൊരു കോൺസെപ്റ്റ് തന്നെ നമ്മൾക്കുണ്ട്. മണ്ണും പെണ്ണും വലിയ ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നു. അവരാണ് കണ്ണുകൊണ്ട് കാണുന്ന ബ്രഹ്മാവ്, സൃഷ്ടികർത്താവ്. അവരെ വന്ദിക്കാനുള്ള അൻപ്, ഒരു സംസ്കാരം, ഒരു ശീലം, ഒരു മനോധർമ്മം സൃഷ്ടിക്കുക എന്നതാണ് കലയുടെ ആത്യന്തിക ലക്ഷ്യം. നാടൻ പാട്ടിന് അകമ്പടിയേകുന്ന വാദ്യങ്ങളുടെ പരിചയപ്പെടുത്തലുമുണ്ട് ജനാർദ്ദനൻ്റെ പാട്ടിനൊപ്പം. അപൂർവമായ പല വാദ്യോപകരണങ്ങളും അവയുടെ ഉപയോഗരീതിയും നേരിട്ട് കണ്ടറിയാനുള്ള അവസരം കൂടിയാണിത്. ജനാർദ്ദനൻ പുതുശ്ശേരിയുടെ നാടൻപാട്ട് അവതരണത്തിൽ ഉടുക്കിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ നാടൻപാട്ട് പാടുന്നതിനായി ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണമാണ് ഡമരു എന്നും വിളിപ്പേരുള്ള ഉടുക്ക്. സംസ്കൃതം, പാലി എന്നീ ഭാഷകളുമായും ഈ വാദ്യോപകരണത്തിന് ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഉടുക്ക് എന്നാണ് പേര്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഡമരു. ധും ധും എന്ന ശബ്ദമുള്ളത് കൊണ്ട് ശിവൻ്റെ ഇഷ്ടസംഗീത ഉപകരണമാണ് ഉടുക്ക്. ഉടുക്കിൻ്റെ വലത് ഭാഗത്ത് ഒരു ശബ്ദമാണ്, ഇടത് ഭാഗത്ത് മറ്റൊരു ശബ്ദമാണ്. ഉടുക്കിൻ്റെ വലത് ഭാഗത്ത് ലക്ഷം പ്രാവശ്യങ്ങൾ കൊട്ടി ശബ്ദവീചികൾ ഉണ്ടാക്കി അത് തരംതിരിച്ച്
ഇണക്കി ചേർത്ത ഭാഷയാണത്രേ സംസ്കൃതം. ഇടതുഭാഗത്ത് കൊണ്ടുണ്ടാക്കിയ ഭാഷയാണത്രേ പാലി. 7 തരം പാട്ടുകൾ പാടാൻ ഉപയോഗിക്കുന്ന സംഗീതോപകരണമാണ് ഉടുക്ക്. പുള്ളോർക്കുടം എന്നത് പലർക്കും പാട്ടുകളിലൂടെയുള്ള കേട്ടറിവാണ്. എന്നാൽ പുള്ളോർക്കുടത്തെക്കുറിച്ചും പറയാൻ ഏറെയുണ്ട് ജനാർദ്ദനൻ പുതുശ്ശേരി എന്ന കലാകാരന്. പ്രാണനെ കൃത്യമായി ചലിപ്പിക്കാൻ ശേഷിയുള്ളതാണ് പുള്ളോർക്കുടത്തിൻ്റെ നാദമെന്നാണ് കരുതിപ്പോരുന്നത്. പുള്ളോർക്കുടത്തിൻ്റെ നിർമ്മാണവും സങ്കീർണമാണ്. പ്രകൃതിയുടെ പൊടിപടലങ്ങളെ ഏൽക്കാത്ത മണ്ണ് കുറച്ച് അത് ഊറി വരും. ആ മണ്ണ് ശേഖരിച്ച് വെച്ചിട്ടാണ് കോഴിമുട്ടയും ചെമ്പരത്തിപ്പൂവും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പച്ചരിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് പുള്ളോർക്കുടം ഉണ്ടാക്കുന്നത്. പശുവിൻ്റെ തോലാണ്. ഇത് പാട്ട് പാടുന്ന 3 തരം പാട്ടുകളുണ്ട്. നാഗപ്പാട്ടും കറ്റപ്പാട്ടും നവോർപാട്ടും. പ്രാണനെ കൃത്യമായി അവരുടെ ശരീരത്തെ ചലിപ്പിക്കാനുള്ള ഈ നാദത്തിന് ശേഷിയുണ്ട്. വാദ്യോപകരണങ്ങളിൽ ഏറ്റവും ചെറുതെന്ന് പറയാവുന്ന ഒന്നാണ് കോടങ്കി ഉടുക്ക്. ലക്ഷണം പറയുന്നത് കോടങ്കി ഉടുക്കിൽ നിന്നുതിരുന്ന നാദത്തിൻ്റെ അകമ്പടിയോടെയാണ്. പാലക്കാട് വേലയും കുമ്മാട്ടവും പൂരങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ വീടുകൾ തോറും വരും. പക്ഷേ കൈയൊക്കെ കാണിച്ചു കൊടുത്ത് പൈസ കൊടുത്ത് പറയുന്നത് കേൾക്കാൻ ഒരു രസമാണ്, ഒരു സുഖമാണ്. നാടൻ കലകളിൽ ഇതിൻ്റെ മോഡൽ, ഇതിൻ്റെ മാതൃക കണ്ടിട്ടാണ് എല്ലാ സംഗീതോപകരണങ്ങളും ഉണ്ടാക്കി എന്ന് ഗുരുക്കന്മാർ പറയുന്നത്. മുൻപ് നായാട്ടിനായി ഉപയോഗിച്ചിരുന്ന അമ്പും വില്ലും രൂപാന്തരം സംഭവിച്ച് സംഗീതോപകരണമായി മാറിയിട്ടുണ്ട്. പാക്കനാർ പാട്ടിന് അകമ്പടിയായാണ് അമ്പും വില്ലും ഉപയോഗിക്കുന്നത്. വില്ലിൻ്റെ ലോഹഭാഗം ദേഹത്ത് ചാരിവെച്ച് ഞാണിൽ അമ്പുകൊണ്ട് കൊട്ടിയാണ് ഈ വാദ്യോപകരണം ഉപയോഗിക്കുന്നത്. മൃഗങ്ങളെ കൊല്ലാൻ ഉപയോഗിച്ച അമ്പും വില്ലിനെ നേരെ സംഗീതമാക്കി മാറ്റി. പാക്കനാർ സമുദായക്കാർ മഹത്തായ പാട്ടുകാരായ അവർ വീടുകൾ തോറും ഓണക്കാലങ്ങളിൽ വന്ന് പാടും. താതെയ്യം തെയ്യാര തക താതെയ്യം തെയ്യാര ആമ്പയ്ക്ക് ചാലിച്ചെന്ന് ഏനൊരു കൊന്ത നട്ടേ ആമ്പയ്ക്ക് ചാലിച്ചെന്ന് ഏനൊരു കൊന്ത നട്ടേ താതെയ്യം തെയ്യാര തക താതെയ്യം തെയ്യാര. വരുണൻ്റെ ഇഷ്ടസംഗീതോപകരണമാണെങ്കിലും ചിലയിടങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട വാദ്യോപകരണമാണ് ധപ്പട്ട. കാരണം മരണാനന്തര ചടങ്ങുകളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. മഴ പെയ്യാനായി നടത്തുന്ന മാരിയാട്ടം, പൊങ്കൽ തുടങ്ങിയ ആഘോഷങ്ങളിലും ധപ്പട്ട ഉപയോഗിക്കാറുണ്ട്. മരിച്ചു കിടക്കുന്ന സമയത്ത് ശവം കൊണ്ടുപോകുന്ന സമയത്ത് കൊട്ടിക്കഴിഞ്ഞാൽ നല്ല കളിക്കാനുള്ള കുത്തുപാട്ട്, നല്ല സ്വയം കളിക്കാനുള്ള പ്രേരണ ശക്തി ഈ വാദ്യം ഉണ്ടാക്കും. പക്ഷേ ഈ വാദ്യം ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുന്നത്, പറഞ്ഞു വെച്ചിരിക്കുന്ന പുരാണങ്ങളിൽ വരുണൻ്റെ ഇഷ്ടസംഗീതോപകരണമാണ് തപ്പട്ട. ഒരു കാര്യം ഉറപ്പാട്, പ്രകൃതി നിന്ന് കിട്ടിയ നാദം തന്നെയാണ് നമ്മൾ തിരിച്ചും ഉപയോഗിക്കുന്നത്. പ്രാണനെ തിരിച്ചതയും അതാണ് അൻപ്, പ്രണയം. മുൻപ് പറഞ്ഞ പല സംഗീതോപകരണങ്ങളെക്കാൾ പരിചിതമായ ഒന്നാണ് നന്തുണി. പ്രധാനമായും കാളിക്ഷേത്രങ്ങളിലെ കളമെഴുത്ത് പാട്ടിന് അകമ്പടിയായാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാനും മറന്നുപോയെൻ്റെ നല്ലച്ഛനും അഞ്ചല്ലോ ചന്ദ്രകാശ പള്ളിവാള് തരിക വേണം. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തിയ തമ്പൂരാട്ടിയേ നല്ലച്ഛൻ്റെ തിരുമുമ്പിൽ ചെന്ന് കളി തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ പേര് നന്തുണി. ഈ നന്തുണി മീട്ടിക്കൊണ്ട് അവിടെ പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ട് കളം വരയ്ക്കും, ഭഗവതി കളം വരയ്ക്കും. അതിൻ്റെ അടുത്തിരുന്നിട്ട് അങ്ങോട്ട് പാട്ട് പാടും. ഈ പാട്ടിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് കാളി കോപത്തിൻ്റെ പ്രതിരൂപമാണ്. മന്ത്രവാദ പാട്ടുകളിൽ 10,000 തരം കാളിയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഇവിടെ നർത്തകിമാരുണ്ടെങ്കിൽ പ്രത്യേക ശ്രദ്ധയ്ക്ക് 10,008 കോപത്തിൻ്റെ ഭാവമാണ് കാളി. തന്ത്രിവാദ്യോപകരണമായ നന്തുണി കൊട്ടാനും മീട്ടാനും ഉപയോഗിക്കുന്നു. കാമത്തെയും ക്രോധത്തെയും നിയന്ത്രിക്കാനുള്ള ശക്തി നന്തുണിക്കുണ്ട്. കാമത്തെയും കോപത്തെയും നിയന്ത്രിക്കുക, ഇതില്ലെങ്കിൽ ഭൂമിയിൽ നിലനിൽക്കാൻ സാധ്യമല്ല. പക്ഷേ നിയന്ത്രണത്തിന് വിധേയമാകുക എന്നതാണ് ഈ നന്തുണിപ്പാട്ടിൻ്റെ സന്ദേശം. മഹാദേവൻ ഉടുക്കിനെ മുറിച്ച് രണ്ടാക്കിയതിൽ ഒരു ഭാഗമാണ് കിടിമുടി. ചെണ്ടയുടെയും തിമിലയുടെയും നാദം പൊഴിക്കുന്ന കിടിമുടി
തിരുവില്ലാമല പോലുള്ള ചുരുക്കം ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളത്തിനായാണ് ഉപയോഗിക്കുക. ഉടുക്കിനെ ശിവൻ രണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കിടിമുടിയായി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ പേര് കിടിമുടി. എഴുന്നള്ളത്തിനാണ് ഉപയോഗിക്കുന്നത്. തിരുവിലാമല പോലുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രമേ കിടിമുടി വാദ്യം കൊട്ടാറുള്ളൂ. ചെണ്ടിയുടെയും തിമിലിയുടെയും ഒരു നാദം ഇതിൽ കേൾക്കാം. പ്രാദേശികമായി രൂപപ്പെടുത്തിയ സംഗീതോപകരണങ്ങൾ പലതും അങ്ങനെ കാലക്രമേണ മറ്റു നാടുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. നാടൻപാട്ടുകളുടെ മൂഡിനനുസരിച്ച് കലാകാരന്മാർ വാദ്യങ്ങളും മാറി മാറി ഉപയോഗിച്ചു. ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി പാട്ടുകൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഉപയോഗിക്കേണ്ട വാദ്യോപകരണത്തിൻ്റെ കാര്യത്തിൽ നിഷ്കർഷകൾ ഉണ്ടെങ്കിലും വേദികളിലെ നാടൻപാട്ട് അവതരണങ്ങളിൽ പലപ്പോഴും ഒന്നിലധികം വാദ്യോപകരണങ്ങൾ നാദവിസ്മയമൊരുക്കാറുണ്ട്. കാരണം ആസ്വാദനത്തിനാണ് പ്രാമുഖ്യം. ആസ്വാദനത്തിന് അനുയോജ്യമായ പരമാവധി ഘടകങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിലാണ് അവതരണത്തിൻ്റെയും ഒപ്പം കലാകാരൻ്റെയും വിജയം. ഒന്നാമലേ വേട്ടേ ഒന്നേരെ മലേ വേട്ടേ നിന്ന് കൊണ്ടൊരു നാഴേ ദിനവീതേ നാത്തോന്മാരിരുവരും ചേട്ടത്തിമാരിരുവരും തേങ്ങി തേങ്ങി നിന്നേ ദിനവീതേ. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച പുതുമയുള്ള കാഴ്ചകളും വ്യത്യസ്തമാർന്ന വിശേഷങ്ങളും കൂടുതൽ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.